ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുബായിലെ പള്ളി നിർമ്മാണം തുടങ്ങുകയാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, തഖ്വയുടെ മേലെ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിന്റെ സാമൂഹിക പുരോഗതിയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയ ഖുബായിലെ പള്ളി നിർമ്മിക്കുമ്പോ സഹാബത്തിന്റെ കൂടെ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല ഇട്ടുക ചുമക്കുന്നുണ്ട്. മഹാനവറുകളെ തലയിൽ വെച്ച് ഇട്ടുക ഇങ്ങനെ ചുമന്നുകൊണ്ടുവന്ന് അള്ളാന്റെ റസൂലിന് കൈകൊണ്ടെടുക്കാൻ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആ കടുത്ത് മെല്ലെ ഇങ്ങനെ ചായ്ച്ച് ചെരിച്ചു കൊടുത്തു. ലോകത്തിന്റെ നായകൻ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇട്ടുക തലയിൽ നിന്ന് എടുക്കാൻ പാകത്തിൽ ഇങ്ങനെ തന്റെ പെരടി ചായ്ച്ചു കൊടുക്കുന്നത്. രണ്ട് റിസാലത്തിന്റെ കൈകൾ കൊണ്ട് ഇട്ടുക ഇങ്ങനെ പൊക്കുമ്പോ ഹബീബായ നബി തങ്ങളെ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയുടെ ഭാഗത്ത് വന്നിട്ട് ചോദിച്ചു, അമ്മാർ, നിന്റെ പെരടിയിൽ നിന്ന് രക്തം മണക്കുന്നല്ലോ അമ്മാർ. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധപ്പറമ്പിലല്ല, കൊലയിടങ്ങളിലല്ല, ലോകത്തിലെ ആദ്യത്തെ ഈമാനിന്റെ നാഗരിക സിറ്റി മദീനയിൽ പണിയുമ്പോ പള്ളി നിർമ്മാണത്തിന് ഇട്ടുക ചുമന്നുകൊണ്ടുവന്നിട്ട് പെരടിമെല്ലെ ചായ്ച്ചിട്ട് ഇട്ടുക തലയിൽ നിന്നെടുക്കവേ യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് ചോദിക്കുന്നത്. അമ്മാർ, നിന്റെ പെരടിയിൽ നിന്ന് രക്തം മണക്കുന്നല്ലോ അമ്മാർ. അമ്മാർ റളിയല്ലാഹു തആല ഇട്ടുക ഹബീബായ മുത്തിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കി നിൽക്കവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് ഇട്ടുക ചുമന്നുകൊണ്ട് ചിലർ വരുന്നുണ്ട്, ചിലർ ഇട്ടുക എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മാർ, തഖ്തുലകൽ ഫിഅത്തുൽ ബാഗിയാ. അമ്മാരെ, ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക് എതിരെ വരുന്ന ഒരു കുറ്റവാളികളുടെ അക്രമികളുടെ സമൂഹം അവര് നിന്നെ വധിക്കും. അമ്മാരെ, നിന്നെ മരണം ഇസ്ലാമിക ഭരണാധികാരിക്കെതിരെ വരുന്ന ഒരു അക്രമികളുടെ കൈകൊണ്ടായിരിക്കുമെന്ന് ഖുബായിലെ പള്ളിക്ക് ഇട്ടുക ചുമക്കുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തുവത്രേ. കുറച്ച് സഹാബാക്കൾ ഈ വാക്ക് കേട്ടു, ചില ആളുകൾ ഈ വാക്ക് കേട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ? മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു കാലം കുറെ കഴിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തി. പിന്നീട് നാലാമതായി മഹാനായ അലിയുൽ മുർത്തള റളിയല്ലാഹു തആല ഖലീഫയായി. ആ സമയത്ത് ഇസ്ലാമിക രാജ്യത്ത് വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഖവാരിജുകളുടെ നേതൃത്വത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ വലിയൊരു അക്രമി സംഘം മുമ്പോട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകികളെ കണ്ടുപിടിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു കാലതാമസം വരുത്തുന്നു എന്നാരോപിച്ച് ഖവാരിജുകളുടെ നേതൃത്വത്തിൽ വലിയൊരു അക്രമി സമൂഹമുണ്ടായി. ആ ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ആരാ ഖവാരിജുകൾ എന്നറിയോ? അവര് നീണ്ട താടിയുണ്ട്, തലപ്പാവുണ്ട്, അവര് കണ്ടാൽ മുസ്ലിമീങ്ങളെ പോലെ വേഷവിധാനങ്ങളുള്ളവരാ. ആ സമൂഹമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിനെതിരെ വരുന്നത്. ഇപ്പൊ ഭരണകാര്യങ്ങളല്ല നോക്കേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുന്നത്, അമാന്തം വരുത്തുന്നു എന്നാരോപിച്ചിട്ടാണ് ഖവാരിജുകൾ വരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോ നിരപരാധികളായ ചില സഹാബത്തുകളും ഖവാരിജുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനെതിരെ, ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പുതിയ ആപ്പിളക്കെതിരെ ആരുടെ കയ്യിൽ പിടിച്ചിട്ടാണോ ഫാത്തിമ
ഇന്നല്ലാഹ ഖതാറ റജുലൈനി ലിൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശികളായിട്ട് രണ്ട് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു ഫാത്തിമ. ആരാണ് നബിയേ? ഒന്ന് അബൂഖി, നിന്റെ വാപ്പയാണ്. സന്തോഷത്തോടെ ഫാത്തിമ റളിയല്ലാഹു തആല നിൽക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിമ രണ്ടാമത്തെ ആള് ആരാണെന്നറിയണ്ടേ? ഫാത്തിമ റളിയല്ലാഹു തആല വീട്ടിൽ പട്ടിണിയാണ്. അലിയുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. ഒരു റുമ്മാമ്പടം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് 3 ദിവസമായിട്ട് റുമ്മാമ്പടം വാങ്ങിക്കാനുള്ള ഗതിയില്ല. ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ടവനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടാണ് ഫാത്തിമയുടെ വരവ്. ചിന്തിക്ക് സഹോദരി, ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട മരുമകനെ നിങ്ങൾക്ക് മകൾക്ക് കിട്ടിയുള്ളോ എന്ന് ചോദിക്കാനുള്ള വരവാണ്. ആ സമയത്താണ് മകളോട് പറഞ്ഞത്, രണ്ടാമൻ ആരെന്നറിയണ്ടേ? സ്വർഗം നിർബന്ധമാക്കിയ രണ്ടാമനെ അറിയണ്ട ഫാത്തിമ. പറയൂപ്പാ, സൗജുക്കിയത് നിന്റെ ഭർത്താവാണ് മോളെ. ഒന്ന് നിന്റെ വാപ്പ, രണ്ട് നിന്റെ പുതിയ ആപ്പള. പൊട്ടിച്ചിരിച്ചു കൊണ്ടുപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ടുപ്പാ, സ്വർഗം കാത്തിരിക്കുന്ന ഒരു പുതിയ ആപ്പിൾ എനിക്ക് തന്നല്ല ഉപ്പ എന്ന് പൊന്നുമോള് കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനെതിരെ നീണ്ട താടിയും വേഷവിധാനമുള്ള ഖവാരിജുകൾ യുദ്ധത്തിന് വന്നപ്പോ അക്കൂട്ടത്തിൽ നിരപരാധികളായ പൊതുവെ ലോല മനസ്സുള്ള ചില സഹാബത്തുകളും പെട്ടുപോയി. അവർ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധത്തിന് വരുമ്പോ യുദ്ധപ്പറമ്പിൽ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വാളോങ്ങി വരുമ്പോ അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആരാ അമ്മാർ എന്നറിയോ? ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ് അവസാനം ഉമയ്യത്തിന്റെ കൈയെടുക്കുന്ന കുന്നം കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് കുത്തേറ്റ് മരിച്ചുപോയ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്തായ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോനാണ് അമ്മാർ. തന്റെ ഉമ്മാന്റെ ശരീരത്തിൽ രക്തത്തിന്റെ പങ്കിലം കണ്ട് പകച്ചുപോയ പൊന്നുമോനാണ് അമ്മാർ. തന്റെ പിതാവായ യാസിർ ഈത്തപ്പനമരത്തിൽ ബന്ധനസ്ഥനായി ചാട്ടവാറ് കൊണ്ട് പിടയുന്നത് കണ്ട മോനാണ് അമ്മാർ. ഇന്നലെ കടന്നു വന്ന ചരിത്രത്തിൽ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളെ താണ്ടിപ്പോയ അമ്മാർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിലയുറപ്പിച്ചു. ഖവാരിജുകളുടെ കൂടെയുണ്ടായ പെട്ടുപോയ ചില സഹാബത്തുകളുണ്ട്. അവര് അലി റളിയല്ലാഹുവിന്റെ ഭാഗത്ത് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ആ സഹാബത്ത് പെട്ടെന്ന് ഓർത്തുപോയത് ഖുബായിലെ പള്ളി പണിയുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മാറേ തഖ്തുലകൽ ഫിഅത്തുൽ ബാഗിയ. ഒരു ഇസ്ലാമിക ഭരണാധികാരിക്കെതിരെ വരുന്ന അക്രമികളാൽ നീ വധിക്കപ്പെടുമെന്ന ഹബീബായ നബി തങ്ങളുടെ മുന്നറിയിപ്പ് കേട്ടപ്പോ ആ സഹാബത്തിന് മനസ്സിലായി തങ്ങൾ നിൽക്കുന്നത് ഹക്കിന്റെ പക്ഷത്തല്ല, തങ്ങൾ നിൽക്കുന്നത് സത്യത്തിന്റെ പക്ഷത്തല്ല, തങ്ങൾ നിൽക്കുന്നത് തെളിച്ചത്തിന്റെ പക്ഷത്തല്ല. അല്ലാഹുവിന്റെ റസൂലും മദീനയിൽ രാജ്യം ചെയ്തിട്ട് ഖുബായിലെ പള്ളി പണിയുമ്പോ ആ പറഞ്ഞ മുന്നറിയിപ്പ് കേട്ടപ്പോ സഹാബത്ത് മുഴുവനും നേരെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തേക്ക് മാറി. കാരണം അവിടെ നിൽക്കുന്നുണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹു. സഹോദരാ, പിന്നീട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഞാനിത് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടുവരും. അത് ചില അപകടങ്ങളാവാം, ചിലപ്പോ പ്രവചനങ്ങളാവാം. അതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് അറിഞ്ഞിട്ട് അതിന്റെ തെറ്റേത് ശരിയടേന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുത്തഖീങ്ങൾ.